ഹായ് എവരിവൺ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി നല്ല സജഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം കീപ്പ് ചെയ്ത് വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കാം. ഇന്ന് നമുക്ക് ഒരു ഫുഡ് ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ ആവാം യാത്ര. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഫാം ഹൗസിൻ്റെ ഔട്ട്സൈഡ് ദൃശ്യങ്ങളാണ്. ഈന്തപ്പന തോട്ടങ്ങളാണ് മൊത്തം. ഇവിടുത്തെ റോഡുകളെല്ലാം ഇങ്ങനെയാണ്. ഫാമിൻ്റെ ഉള്ളിലെ റോഡുകളെല്ലാം മൺപാതകളാണ് കൂടുതലും. എല്ലാ സ്ഥലത്തും ടാറിട്ട റോഡും നല്ല സൗകര്യങ്ങളോട് കൂടിയ സൗദി അറേബ്യയിൽ ഇങ്ങനത്തെ റോഡുകളും ഇതും കാണണമെങ്കിൽ ഫാം ഏരിയകളിൽ വരണം. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഏകദേശം 15 കിലോമീറ്ററോളം കഴിഞ്ഞാലാണ് നാദക് റെസ്റ്റോറൻറ്റ് കിട്ടുള്ളൂ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് റോഡുകളെല്ലാം കാലിയാണ്, വണ്ടികളൊന്നും റോഡിലില്ല. റോഡിൻ്റെ ഇരുവശങ്ങളും അതിപുരാതനമായ വീടുകളും ഫാം ഹൗസുകളുമാണ് ഉള്ളത്. ഇവിടെ കൂടുതൽ ആളുകളും കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫുഡ് ഡെസ്റ്റിനേഷനിലെത്തി. ഇനി എന്ത് കഴിക്കണമെന്നുള്ള കൂലങ്കുഷമായ ചർച്ചയിലാണ്. ഇവിടെ സ്പെഷ്യൽ മട്ടൻ മന്തിയും ചിക്കൻ മലബൂത്തുമാണ്. പിന്നെ സ്വീറ്റ് ഡിഷായ കുനാഫയും ഒരു മസാല ഐറ്റമായ ഗരീഷ് സൂപ്പും ആണ് ഇന്ന് മെയിനായിട്ട് കഴിക്കാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കടയിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഈ കാണുന്നതെല്ലാം ഹോട്ടലിൻ്റെ ഉള്ളിലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. ഇത് റെസ്റ്റോറൻറ്റിലെ മെനു ഡിസ്പ്ലേ ആണ്. ഓരോ ഐറ്റത്തിൻ്റെയും വില വ്യത്യസ്തമായ രീതിയിൽ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇരിക്കുന്ന ക്യാബിനാണ് ഇത്. 23 ആണ് ക്യാബിൻ നമ്പർ. ഞങ്ങൾ ഫുഡിനായുള്ള ഇവരുടെ കസ്റ്റമർ സർവീസ് ഗുഡാണ് കേട്ടോ. അവര് സൂപ്പർ വിരിച്ചു. ഫുഡ് എത്തിക്കഴിഞ്ഞു. ഇത് ഒരു ഗരീഷ് എന്ന് പറഞ്ഞ ഒരു ഡിഷാണ്. അതായത് നാട്ടിൽ നമ്മൾ ജീരകക്കഞ്ഞിയൊക്കെ മഞ്ഞക്കഞ്ഞി അങ്ങനെയൊക്കെ പറഞ്ഞ സാധനമല്ലേ, അതിൻ്റെയൊക്കെ ഏകദേശം സ്റ്റൈലിൽ അരി നന്നായിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ഗീ ആണ് ആഡ് ചെയ്യുന്നത്. ഗീയുടെ ടേസ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങളത് മാറ്റി വെച്ചേക്കുവാണ്. അത് തണുത്ത് പോയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ പറയാം. അപ്പോഴത്തേക്കും നമ്മുടെ മന്തി എത്തി. മന്തിയാണ് മട്ടൻ മന്തി. മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ മട്ടൻ തീരെ ചെറിയ ആടിൻ്റെ തോന്നുന്നു. നല്ല ടേസ്റ്റാണ് മട്ടൻ. അതുപോലെ ചോറും നല്ല പോലെ വെന്തിട്ടുണ്ട്. വലിയ ബിരിയാണി റൈസിൻ്റെ വലിയ അരിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഇതാണ് നെക്സ്റ്റ് ഡിഷ്, ചിക്കൻ മലബൂത്ത്. മസാലകളെല്ലാം യോജിപ്പിച്ച് ചിക്കനും റൈസും എല്ലാം ഒന്നിച്ച് കുക്കറിലിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ഡിഷാണ്. അറബിക് ഡിഷാണ് ചിക്കൻ മലബൂത്ത്. അറബിക് സ്പെഷ്യൽ ഐറ്റമായ ഗരീഷ് സൂപ്പാണ് ഇത്. ഇതിൻ്റെ മേക്കിംഗ് ഗീയും അരി നന്നായിട്ട് വേവിച്ച് ഉള്ള ഒരു ഐറ്റമാണ്. ടേസ്റ്റ് ഒരു ചെറിയ ഉപ്പോടുകൂടി ഗീ ടേസ്റ്റ് ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടതാണ്. അറബിക് കുനാഫയാണ് നെക്സ്റ്റ് ഡിഷ്. ഇത് സ്വീറ്റ് ഡിഷാണ്. അറബികളുടെ മെയിൻ ഡിഷാണ് കുനാഫ. സ്വീറ്റ് ഡിഷായ അറബിക് കുനാഫ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ വിവരിക്കാം. ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഇന്നർ ലൈനിൽ ഒരു ലൈൻ തന്നെ ക്രീമാണ്. അതുപോലെ ചെറിയൊരു ഉപ്പുരസമുണ്ട്. ചീസിൻ്റെ ഉപ്പുരസമാണത്. നല്ല മധുരവുമുണ്ട്. ഇതിൽ അവർ ഒത്തിരി മധുരം ചേർക്കാത്തതുകൊണ്ട് അത്യാവശ്യം ടേസ്റ്റിയാണ്. ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഹോട്ടലിലെ ക്യാബിൻ ആണ് ഇതെല്ലാം. ഓരോ ആൾക്കാർക്കും ഇരിക്കാനുള്ള സെപ്പറേറ്റ് ചെയ്തുള്ള ക്യാബിനാണ്. 3 നിലകളിൽ ഉള്ള ഹോട്ടൽ. അത്യാവശ്യം ലക്ഷറി ഹോട്ടൽ തന്നെയാണ് ഇത്. ഇവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ്. ആ വണ്ടിയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ ഡെലിവറി കിട്ടുന്നതാണ്. എന്തായാലും ഇന്നലത്തെ വീഡിയോ നമുക്ക് തീർക്കാറായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു. ഇനി ഒരു കാര്യം കേട്ടിട്ട് പോകുക. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെയും ബൈ ബൈ.